നമസ്കാരം. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഇമെയിൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് വലിയ ചർച്ചയായ വ്യക്തിയാണ് കാമി ക്ലർക്ക്. രംഗത്തെ മുൻനിര കമ്പനിയായ ആന്ത്രോപിക്കിന്റെ സിഇഒ ഡാരിയോ അമോഡയുടെ ഭാര്യയായ കാമി ക്ലർക്ക് ഇതോടെ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആന്ത്രോപിക് കമ്പനിയിൽ ഔദ്യോഗിക പദവികളൊന്നും വഹിക്കുന്നില്ലെങ്കിലും രംഗത്തെ ഏറ്റവും സ്വാധീനമുള്ള ഉപദേശകരിൽ ഒരാളാണ് കാമി ക്ലർക്ക്. ഡാരിയോ അമാഡോയുടെ ഭാര്യ എന്നതിലുപരി കമ്പനിയുടെ പ്രധാന തന്ത്രപരമായ തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന പ്രധാന വ്യക്തിത്വമാണിവർ. ലോക സാമ്പത്തിക ഫോറം, സൺവാലിയിലെ അലൻ ആൻഡ് കോ കോൺഫറൻസ് തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര വേദികളിൽ അമോഡയ്ക്കൊപ്പം മുൻനിരയിൽ ഇരുന്ന നിക്ഷേപകരുമായി ചർച്ചകൾ നടന്നത് കാമിയാണ്. ഡൽഹിയിൽ നടന്ന ഇമ്പാക്ട് സമ്മിറ്റിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മറ്റ് കമ്പനി എക്സിക്യൂട്ടീവുകൾ തങ്ങളുടെ സഹപ്രവർത്തകരെ കൂടെ കൂട്ടിയപ്പോൾ അമോഡെ തന്റെ ഭാര്യയാണ് ഔദ്യോഗിക പ്രതിനിധിയായി കൂടെ കൂട്ടിയത്. എന്നാൽ ഇത്രയധികം സ്വാധീനമുള്ള വ്യക്തിയായിട്ടും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ വളരെ കുറവാണ്. പൊതുരേഖകളിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നീക്കം ചെയ്യാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 1979 യുഎസിലെ നെവാഡയിലാണ് കാമി ക്ലർക്ക് ജനിച്ചത്. 2022 ഡാരിയോ അമോഡയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മുൻ ഗൂഗിൾ മേധാവിയുമായി ഇവർ പ്രണയത്തിലായിരുന്നു. 2016 അമോഡെ ഓപ്പൺഎഐയിൽ ചേർന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിക് അഡ്വൈസറായി കാമി പ്രവർത്തിച്ചു. പിന്നീട് അമോഡയെ എറിക് ഷ്മിഡിന് പരിചയപ്പെടുന്നതും കാമിയാണ്. ഈ ബന്ധമാണ് 2020 അമോഡയും സംഘവും ഓപ്പൺഎഐ വിട്ട് ആന്ത്രോപിക് സ്ഥാപിച്ചപ്പോൾ കമ്പനിയുടെ ആദ്യകാല പ്രമുഖ നിക്ഷേപകനായി എറിക് ഷ്മിഡൻ മാറാൻ കാരണമായത്. തന്റെ ബിസിനസ് സംരംഭങ്ങൾക്കായി എപ്സ്റ്റീനിൽ നിന്ന് നിക്ഷേപം സമാഹരിക്കാൻ കാമി ക്ലർക്ക് ശ്രമിച്ചിരുന്നുവെന്ന വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടാണ് നിലവിലെ വിവാദങ്ങൾക്ക് കാരണം. ഇമെയിൽ വഴിയാണ് കാമി ക്ലർക്ക് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടത്. 2011 മാർച്ചിൽ സാഹിത്യ ഏജന്റായ ജോൺ ബ്രോക്ക്മാൻ വഴിയാണ് കാമി ക്ലർക്ക് എപ്സ്റ്റീനുമായി പരിചയപ്പെടുന്നത്. എന്നാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ 2008 തന്നെ എപ്സ്റ്റീൻ ശിക്ഷിക്കപ്പെട്ടിരുന്നു. എപ്സ്റ്റീനുമായി പരിചയപ്പെട്ടതിന്റെ പിന്നാലെ കമ്പനിയുടെ ഫണ്ടിംഗ് ആവശ്യത്തെക്കുറിച്ചും നിർമ്മാണത്തിലുള്ള സിനിമകളും തിരക്കഥകളും കാമി എപ്സ്റ്റീനുമായി ഇമെയിൽ വഴി പങ്കുവച്ചു. ദ ലേഡീസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്റെ കമ്പനിയുടെ ആദ്യ 4 ചിത്രങ്ങളുടെയും വിവരങ്ങളാണ് എപ്സ്റ്റീനുമായി പങ്കുവച്ചത്. ഇവ നിങ്ങൾ ആസ്വദിക്കുമെന്ന് കരുതുന്നു എന്ന കുറിപ്പും കാമി അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കാമിയുടെ ആവശ്യം എപ്സ്റ്റീൻ നിരസിക്കുകയായിരുന്നു. TV6 തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു എപ്സ്റ്റീൻ കാമിയെ അറിയിച്ചതെന്നാണ് റിപ്പോർട്ട്. കാമി ക്ലർക്കുമായും അവരുടെ ബിസിനസ് പങ്കാളിയായിരുന്ന മൈക്കൽ കപ്പോസെഫാലയുമായും ഡിന്നറിൽ പങ്കെടുക്കണമെന്ന് എപ്സ്റ്റീനോട് ബ്രോക്ക്മാൻ ആവശ്യപ്പെട്ടിരുന്ന ഇമെയിലും പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് ഇവർ കണ്ടുമുട്ടുകയും തൊട്ടടുത്ത ദിവസം തന്നെ കാമി എപ്സ്റ്റീന് നന്ദി അറിയിക്കുന്ന ഇമെയിൽ അയക്കുകയും ചെയ്തു. പിന്നീട് ഫണ്ടിംഗ് വിവരങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ എപ്സ്റ്റീൻ ഫണ്ട് നൽകിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്ത്രീകൾക്കായിട്ടുള്ള ഒരു സൗജന്യ അശ്ലീല ചിത്ര നിർമ്മാണ കമ്പനി തുടങ്ങുന്നതിനായി ഇവർ എപ്സ്റ്റീനെ സമീപിച്ചിരുന്നു. തങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച അമേരിക്കൻ ഗേൾ ഇൻ പാരീസ് എന്ന സിനിമയുടെ തിരക്കഥയും വിവരങ്ങളും ഇവർ എപ്സ്റ്റീന് ഇമെയിൽ വഴി കൈമാറുകയും നിക്ഷേപം ആവശ്യപ്പെടുകയും ചെയ്തു. ഉപയോക്താക്കളുടെ ആരോഗ്യ വിവരങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ ഡയറ്റിംഗ് ആപ്പ് നിർമ്മാണത്തിനായും ഇവർ എപ്സ്റ്റീനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ കാമി ക്ലർക്കിന്റെ പദ്ധതിയിൽ നിക്ഷേപം നടത്താൻ എപ്സ്റ്റീൻ തയ്യാറായില്ല എന്നാണ് ലഭ്യമായ രേഖകൾ സൂചിപ്പിക്കുന്നത്. എപ്സ്റ്റീൻ ഇവർക്ക് പണം നൽകിയതായി നിലവിൽ തെളിവുകളൊന്നുമില്ല. എങ്കിലും ആദ്യ ചർച്ചകൾക്ക് ശേഷം എപ്സ്റ്റീന്റെ നെറ്റ്വർക്കുമായി കാമി ബന്ധം പുലർത്തിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നത് ആഗോള AI ലോകത്തും സാങ്കേതിക മേഖലയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.